നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ഡിസംബറിൽ മെസ്സിയുടെ ഗോട്ട് ടൂർ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കൊൽക്കത്തയിൽ വന്ന ആ ടൂർ നല്ല രൂപത്തിലല്ല കൊൽക്കത്തയിൽ അവസാനിച്ചെങ്കിലും മറ്റിടങ്ങളിൽ മികച്ച രൂപത്തിൽ തന്നെ പരിപാടി നടന്നു. കൊൽക്കത്തയിൽ അന്ന് ഒരു സ്റ്റാച്യു അൺവീൽ ചെയ്തിരുന്നു. അതിപ്പോൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അത് കാറ്റ് പിടിക്കുന്നുണ്ട്, കാറ്റിലാടുന്നുണ്ട്, അപ്പോൾ അത് ഡേഞ്ചറാണ്, അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും സ്ഥാപിക്കാൻ പറ്റുമോ നോക്കുകയാണ് എന്നുള്ളതായിരുന്നല്ലോ വാർത്ത. അതിപ്പോൾ അർജൻറ്റീനയിൽ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. TYC സ്പോർട്സ്, അർജൻറ്റീനയിലെ പ്രമുഖ മാധ്യമം TYC സ്പോർട്സ് പോലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. TYC റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ റിപ്പോർട്ട് അർജൻറ്റീനക്കാരെങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നോക്കാമല്ലോ. അതിൽ അവർ ടൈറ്റിലിന് കൊടുക്കുന്നത് മെസ്സിയുടെ സ്റ്റാച്യു ഇൻ ഇന്ത്യ വിൽ ബി റിമൂവ്ഡ്, അതിന് കാരണങ്ങളുണ്ട് എന്നാണ് അവരുടെ ഹെഡിങ്. എന്നിട്ട് അവർ വിശദമായിട്ട് പറയുന്നു, ലയണൽ മെസ്സിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് 5 മാസങ്ങൾക്ക് മുമ്പ് അൺവീൽ ചെയ്ത ഒരു പ്രതിമയാണിത്. അത് ഇപ്പോൾ അൺസേഫായിട്ട് ലോക്കൽ അതോറിറ്റീസ്, കൊൽക്കത്തയിലെ ലോക്കൽ അതോറിറ്റീസ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അത് കാറ്റിൽ ആടുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ പല കോർണറുകളിലും ലയണൽ മെസ്സി ആരാധകരെ ഇൻസ്പയർ ചെയ്യിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പലയിടങ്ങളിലും റെക്കഗ്നിഷൻ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യക്കാർ ആ റെക്കഗ്നിഷൻ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. 2025 ഡിസംബറിൽ അർജൻറ്റീനിയൻ താരത്തിൻ്റെ ഗോട്ട് ടൂറിനിടക്ക് ഒരു ജയന്റ് സ്റ്റാച്യു ഇന്ത്യയിൽ അൺവീൽ ചെയ്യുകയുണ്ടായി അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി. എന്നാൽ ഇപ്പോൾ അത് റിമൂവ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. ബിക്കോസ് ഓഫ് എ സീരിയസ് റിസ്ക് ഓഫ് കൊളാപ്സ്. ഇതാണ് ഇപ്പോൾ ലോക്കൽ അതോറിറ്റീസ് പറയുന്നത്. 21 മീറ്റർ ഉയരമുള്ള ഈ ഒരു നിർമ്മിതി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലെ ഒരു തിരക്കേറിയ റോഡിലാണ്. വെസ്റ്റ് ബംഗാളിലെ സ്ഥലമാണ് കൊൽക്കത്ത. ഇതൊക്കെ അവിടുത്തെ വാർത്ത നമ്മൾ വായിക്കുക കേട്ടോ, അതുകൊണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് കൊൽക്കത്ത എവിടെയെന്ന് അറിയാത്തതുകൊണ്ടല്ല, അവർ റിപ്പോർട്ട് ചെയ്ത രീതിയാണ് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലെ വളരെ ബിസി ആയിട്ടുള്ളൊരു റോഡിലാണ് 21 മീറ്റർ ഉയരമുള്ള ഈ ഒരു നിർമ്മിതി ഉള്ളത്. അത് അർജൻറ്റീന സൂപ്പർ താരം വേൾഡ് കപ്പ് ഉയർത്തുന്ന തരത്തിൽ 2022 ഖത്തർ വേൾഡ് കപ്പ് ഉയർത്തി പിടിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ് എൻജിനീയേഴ്സ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രതിമ കാറ്റിൽ ആടുന്നുണ്ട്, അതിന് വലിയ ഒരു അപകട സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അതായത് അവിടുത്തെ MLA ഷാർദത്ത് മുഖർജി പറഞ്ഞതായിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ സ്റ്റാച്യു റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, നമ്മൾ പറയുന്നതിനേക്കാൾ എളുപ്പമാണ്. എന്നാൽ ഇത് മറ്റൊരിടത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതേസമയം ഇതൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് ഒരുപാട് വർക്കേഴ്സ് ഓൾറെഡി കുറേ കയറുകൾ ഈ ഒരു പ്രതിമയുടെ ഷോൾഡർ ഭാഗത്തും മറ്റുമൊക്കെ ആയിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടി സ്റ്റെബിലൈസ് ചെയ്യാനും റിസ്ക് ഒന്ന് കുറക്കാനും വേണ്ടി ചെയ്തതാണ്. അതേസമയം ഈ മോണമെൻറ്റിൻ്റെ ഭാവി എന്താണ് എന്ന് ഉറപ്പില്ല. അതോറിറ്റീസ് ഇത് മറ്റൊരിടത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത് റൂൾഡ് ഔട്ട് ചെയ്യുന്നുമില്ല. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ കോംപ്ലക്സിറ്റി കാരണം റീലൊക്കേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് കണ്ടറിയണം. ഫോർ നൗ ഇത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാമെന്ന് മാത്രമല്ല, ഒറിജിനൽ ലൊക്കേഷനിൽ റിമൂവ് ചെയ്യാമെന്ന് മാത്രമല്ല, അത് ഹാൻഡ്ലിങ്ങിൻ്റെ എളുപ്പത്തിന് ഡിസ്മാൻഡിൽ ചെയ്യും എന്നുകൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ നാട്ടിലെ ഈ മെസ്സി പ്രതിഭ അങ്ങ് അർജൻറ്റീനയിലും ചർച്ചയാവുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.